നാമം പൂജിതമാകണമേ. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അങ്ങയുടെ മഹത്വത്തിനും വിശുദ്ധരുടെ ബഹുമാനത്തിനുമായി ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആശീർവദിക്കണമേ. ഈ പതാക വണങ്ങുന്നവർക്കെല്ലാം അങ്ങയുടെ സഹായം ലഭിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവത്തിൻ സംപ്രീതിയും പരിശുദ്ധാത്മാവിൻ സഹവാസവും നമ്മിലുണ്ടാകേണമെന്നും ഇന്ന് താങ്ങത്തെ രൂപവും രണ്ട് യൂണിറ്റുകൾ അവരെയാണ് പ്രത്യേകമായി നമ്മൾ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അവരുടെ അധ്വാനത്തിൻ്റെയും ക്ലേശത്തിൻ്റെയും എല്ലാം ഫലങ്ങളായ കാഴ്ച സമർപ്പണമായി അവരിപ്പോൾ മുമ്പോട്ട് കടന്നു വരുമ്പോൾ അവരെല്ലാവരെയും അവരുടെ കുടുംബങ്ങൾ, അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ എല്ലാം ദൈവങ്ങളിലേക്ക് സമർപ്പിക്കാം. ഇന്നത്തെ ഈ ദിവസം തിരുഹൃദയത്തിൻ്റെ നൊവേനയായി പ്രാർത്ഥന നിയമങ്ങൾ സമർപ്പിക്കുന്ന കുടുംബങ്ങൾ: ഏഞ്ചൽ പാറശ്ശേരി UK, ബിന്നി മുതിരക്കാലായി ആൻഡ് ഫാമിലി, എഡൂർ ഫാമിലി, അനൂപ് പാറയ്ക്കൽ ആൻഡ് ഫാമിലി, നിഖിൽ ആൻഡ് നിവിയ പുളിന്താനത്ത്, ഷാജി കടുവാപ്പാറയിൽ ആൻഡ് ഫാമിലി, ലീമ വരിക്കമാക്കൽ ആൻഡ് ഫാമിലി, തോമസ് ഓരത്തിൽ ആൻഡ് ഫാമിലി, ത്രേസ്യാമ കണ്ടത്തിൽ ആൻഡ് ഫാമിലി, ഡീവൻസ് കുല്ലാരിക്കാവിൽ ആൻഡ് ഫാമിലി, ജോൺ പുളിന്താനത്ത് ആൻഡ് ഫാമിലി, ജോസഫ് പരത്തന
പൗലോസ് മാതേക്കൽ ആൻഡ് ഫാമിലി, ഈ കുടുംബങ്ങളെ, ഇവരുടെ എല്ലാ നിയോഗങ്ങളെ ഈശോയുടെ ഹൃദയത്തിൽ സമർപ്പിക്കാം. ഈ തിരുനാളിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഏറ്റവും ഭക്തിപൂർവ്വം പ്രാരംഭ ഗാനം ആലപിച്ചുകൊണ്ട് നമുക്ക് ഈ വിശുദ്ധ ബലിയിലേക്ക് പ്രവേശിക്കാം. കാഴ്ച സമർപ്പണമായി മുമ്പോട്ട് ഇപ്പോൾ കടന്നുവരാവുന്നതാണ്. പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളിലും പ്രത്യേകമായി ഇന്ന് നൊവേനയിൽ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളിലും അവിടുന്ന് പ്രകാശമായി അനുഗ്രഹമായി മാറണമേ. എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും തിന്മയുടെ ശക്തികൾ എല്ലാവരെയും മോചിപ്പിച്ച് അങ്ങയുടെ സ്നേഹം കൊണ്ട് കരുണ കൊണ്ട് നന്മ നിറയ്ക്കണമേ. ഈ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ എല്ലാ പ്രാർത്ഥനകളെയും ഭവനത്തിൽ അവിടുത്തെ അവർക്ക് സാധിച്ചു കൊടുക്കണമേ. മെഴുകുതിരികളും ആശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും നീക്കും.
സമാധാനം നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസരെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ഞാൻ പ്രകീർത്തിക്കും മഹിമയുടെ അന്തിമ വിധി നാളിൽ. കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെ നിർത്തണമേ. നല്ലവരൊത്തു വലമ്പാതേ ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും സ്ഥാപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നൽകണമേ. ദേവി ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിസ്സുവരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, വിശ്വാസമോടെ ദാസൻ ചെയ്യും തിരുസന്നിധിയിൽ ജീവവും ജീവതായുമായ ശുദ്ധത്താൽ ആശ്രയിച്ച കർത്താവേ, ആ ശുദ്ധം മഹിമ നീതി ദിവസത്തിൽ നിന്റെ ദാസരെ വിളിക്കുകയും നടത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നതിനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, രാജ്യത്തിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.